കണ്ണൂർ മട്ടന്നൂരിൽ വയോധികൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നെന്ന് സംശയം. പേരാവൂർ പോത്തുങ്കണ്ടി വിജയനാണ് മരിച്ചത്. ക്ഷേത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച 300-ലധികം പേർ ചികിത്സ തേടി. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, 300-ലധികം പേരാണ് ഇപ്പോൾ ചികിത്സ തേടിയത്. അതിലൊരാൾ മരിച്ചു എന്ന വാർത്ത കൂടി പുറത്തുവരുന്നു. ഇന്നലെയാണ് ഈ മരണം സംഭവിച്ചത്. ഈ പേരാവൂർ സ്വദേശിയായിട്ടുള്ള വിജയൻ എന്നയാളാണ് മരിച്ചത്. ഒരു ക്ഷേത്ര മട്ടന്നൂരിലെ കാരപുതിയടത്ത് മടപ്പുറ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള അവിടുത്തെ സദ്യ 6-ാം തീയതിയായിരുന്നു ഈ സദ്യ കഴിച്ചത്. ഈ സദ്യ കഴിച്ചതിൽ 100-ലധികം പേർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു. ഇവരെ പല കണ്ണൂർ ജില്ലയിലെ തന്നെ പല ആശുപത്രികളിലായി പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഈ വിജയന് പ്രായക്കൂടുതലിന്റെ ചില അസുഖങ്ങളും ഉണ്ടായിരുന്നു. വാർദ്ധക്യമായ സഹജമായ അസുഖങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വയറ്റിളക്കവും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തെ കണ്ണൂരിലെ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം ഇന്നലെ രാവിലെ 8 മണിയോടെയാണ് അദ്ദേഹം മരിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത് ഭക്ഷ്യവിഷബാധയാണെന്ന് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ മട്ടന്നൂർ പോലീസ് സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. ഈ മറ്റുള്ളവരുടെ ആരോഗ്യനില ഗുരുതരമല്ല. ഈ ചില ആളുകൾ ഈ സദ്യ കഴിച്ച ചിലർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി ആശുപത്രിയിൽ അഡ്മിറ്റായി എന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ ആളുകൾ ഈ അമ്പലത്തിൽ നിന്ന് സദ്യ കഴിച്ച ബാക്കി ആളുകൾ കൂടി ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ബാക്കിയുള്ളവരുടെ നില അത്ര ഗുരുതരമൊന്നുമല്ല. അവരെല്ലാം ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടിയതിനു ശേഷം തിരിച്ചു പോവുകയാണ്. എന്തായാലും മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ അടക്കമുള്ളവർ, ഈ നേരത്തെ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ അടക്കമുള്ളവർ ഈ ചികിത്സയിലുള്ള ആളുകളെ സന്ദർശിച്ചിരുന്നു. ഈ മട്ടന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ അവധിയുള്ള ഡോക്ടർമാരെയും ജീവനക്കാരെയും നഗരസഭ ചെയർമാൻ അടക്കം ഇടപെട്ട് ഡ്യൂട്ടിയിലേക്ക് തിരിച്ചു വിളിച്ചടക്കം ഒരു പരിശോധന നടത്തിയിരുന്നു. എന്തായാലും വയറിളക്കവും തലവേദനയും പനിയുമാണ് കൂടുതൽ പേർക്കും അനുഭവപ്പെട്ടത്. ഈ പച്ചടിയിൽ നിന്നാണ് വിഷബാധ ഉണ്ടായതെന്നാണ് നിലവിൽ കരുതുന്നത്. എന്തായാലും ദാരുണമായ സംഭവമാണ്. വിജയൻ പേരാവൂർ സ്വദേശിയാണ്. 70 വയസ്സായിരുന്നു. അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതാകാം മരണകാരണം. പെട്ടെന്ന് മരിച്ചതെന്നാണ് കണ്ടെത്തൽ. എന്തായാലും ഇന്നലെ രാവിലെയാണ് അദ്ദേഹം മരിച്ചത്. കണ്ണൂരിലെ AKG ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയാണ് അദ്ദേഹം. ഇന്നലെ രാവിലെ 8 മണിക്ക് മരണപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഭക്ഷ്യവിഷബാധയാകാം മരണകാരണമെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ശരി, തികച്ചും ദാരുണമായ ഒരു സംഭവം. ക്ഷേത്രോത്സവത്തിലെ ഭക്ഷണത്തിനിടെയാണ് ഇത്തരത്തിലൊരു ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നത്. മറ്റുള്ളവർ ആശുപത്രി ചികിത്സ തേടിയവരുടെ ആരോഗ്യനിലയിൽ തൃപ്തികരം എന്നതാണ് ഏറെ ആശ്വാസകരം. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.